ഇവിടെ ഉള്ളവരെ തുടങ്ങിയാൽ പോരോ? പൊട്ടിക്കൽ തുടങ്ങി. അപ്പൊ അധികം ഇത് പറയുന്നില്ല. നേരിട്ട് പ്രസ് മീറ്റിലേക്ക് കടക്കാം. അത് നമ്മളുടെ പ്രൊഡ്യൂസർ ലിസി കെ ഫെർണാണ്ടസ് സ്വർഗം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. മാം, അപ്പോ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്താണ് നമ്മുടെ ചിത്രം, എന്താണ് മാമിന്റെ പ്രതീക്ഷ? ഒത്തിരി പടങ്ങളാണ് റിലീസ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ലിസ്റ്റിൽ ഇരിക്കുന്നത്. അതിനിടയിൽ നമ്മളെങ്ങനെ ആഘോഷമാക്കും? ആഘോഷം ശരി പറഞ്ഞാൽ ക്രിസ്മസിന് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ്. ആ സിനിമ ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് നമ്മൾ കൈജോബി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച ഇപ്പോൾ നമ്മളോട് ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായി അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ടു കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിലെല്ലാവരും വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ ഗാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് CN ബ്ലോഗിന്റെ 2ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം സ്വർഗമായിരുന്നു, അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളായ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് CN ബ്ലോഗിന്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടുകൂടെയാണ് ഞങ്ങളുടെ ബിസിനസിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിൽ ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനുമപ്പുറം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ CN ബ്ലോഗൻ. അതിൻ്റെ 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിന്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിന്റെ എലിമെന്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, എത്രയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനറാണ് ആഘോഷം. ഞാനും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. അതെനിക്ക് തോന്നുന്നു ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിന്റെ സംവിധായകനും ഇതിന്റെ പ്രൊഡക്ഷനിലെ ലിസ് ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയൽ ആയിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോൾ ഇനി എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു അമൽ നിന്ന് തുടങ്ങാം അല്ലേ, ആഘോഷത്തെ പറ്റി. അമൽ. എല്ലാവർക്കും നമസ്കാരം. കുമസ്തന് ശേഷം ഞാൻ ചെയ്ത സിനിമയാണ് ആഘോഷം. ഇപ്പോൾ CN ഗ്ലോബൽ മൂവീസിന്റെ ഭാഗത്ത് ലിസി ചേച്ചി, ഡോക്ടർ പ്രിൻസ് റോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റ് ആണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പം ഇതിന്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടെയാണ്
വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് സിനിമയാണ് ആഘോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. കുറേ പടങ്ങൾ റിലീസുണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ആഘോഷം ഒരു ആഘോഷമായി തന്നെ മാറുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസംബർ 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തൻ ഏറ്റെടുത്ത പോലെ ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ സുമതി പണിക്ക് ശേഷം പണിക്ക് ശേഷം ഒരു 10-20 പടം അഭിനയിച്ചിട്ടോ റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്ന നിലയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയായിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൂമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ അടുത്തിരിക്കുന്നത് ഗൗതം വിൻസെന്റ്. അദ്ദേഹമാണ് നമ്മുടെ 2 സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗൗതം സംഗീതം ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം സംഗീതത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം പാട്ടുകളെ എപ്പോഴും സ്നേഹിക്കുകയും എവിടെ ചെന്നാലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഗൗതമിന് നല്ലൊരു 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ആഘോഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഗൗതം പറയും. എല്ലാവർക്കും നമസ്കാരം. ഈ 2025 ക്രിസ്മസ് എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറേ സിംഗിൾസും ജിംഗിൾസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ടൊരു എൻട്രി എനിക്ക് കിട്ടുന്നത്. അതിന് ഞാൻ സിഎൻ ഗ്ലോബൽ മൂവീസിനും അമലേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പടത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 ഗാനങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതായത് നമ്മുടെ ഈ ആഘോഷത്തിന്റെ ട്രെയിലറും നമ്മുടെ 2 സോങ്ങൊക്കെ അവിടെ റിലീസായിട്ടുണ്ട്. അപ്പം അതൊക്കെ റിലീസായപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യങ്ങളൊന്നാണ് ആരാണ് ഹീറോ എന്നുള്ളത്. കാരണം കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുകയാണ്, കാരണം റോസ്മിൻ നമ്മുടെ പടത്തിന് ഹീറോയിനാണ്. പവി കെയർടേക്കറുടെ പടത്തിന് ശേഷം, ദിലീപേട്ട പടത്തിന് ശേഷം സെക്കൻഡ് പടം റിലീസ് ആഘോഷമായിട്ട് വരുന്നതാണ്. ഇതാണ് റോസ്മിൻ എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷത്തിൻ്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പബ്ലിക് കെയർടേക്കറായിരുന്നു. ആ ഒരു ടീമിൻ്റെ കൂടെയുള്ളൊരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഈ ടീമിലേക്ക് വരുമ്പം എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നമുക്കങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷേ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നാരായണേട്ടൻ, ബോബി ചേട്ടൻ, ചേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൂടെ റിലീസാണ്. സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഋഷിനെ പറ്റി പറയാം. ഋഷിനെ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും
ഋഷിന്റെ മൂന്നാമത്തെ റിലീസാണ്. ഋഷി ഹീറോ ആയിട്ട് ഇവിടെ വണ്ടി വന്നിട്ടായിരുന്നു. അപ്പോൾ ഋഷിന് ആക്ച്വലി കോളേജിൽ ഒരു ഗംഭീര ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഋഷിന് എന്താ പറയുക നമുക്ക്? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് ജയസേട്ടനാണ്. ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് എൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു പടത്തിലൊരു കോളേജിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ജയസേട്ടൻ വിളിച്ചു, പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ക്രൂയെയും പരിചയപ്പെടാൻ പറ്റിയായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ടങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ കാസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇത് വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു അടിപൊളി സിനിമയാണ്. ഒരു വലിയൊരു മെസ്സേജ് പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസംബർ 25-ന് ആഘോഷം വന്ന് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്തത് നമ്മുടെ പടത്തിന്റെ ആഘോഷത്തിന്റെ ക്യാമറാമാനാണ് റോജോ. റോജോ ആക്ച്വലി നമ്മുടെ ഈ ടീസറും ട്രെയിലറും വന്നപ്പോൾ എല്ലാവരും സോങ് വന്നപ്പോൾ ഒത്തിരി പേര് അതിന്റെ ഫ്രെയിമിങ്ങിനെ പറ്റിയും ക്യാമറ വർക്കിനെ പറ്റിയും ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം നമ്മുടെ DOP റോജോ ആണ്. റോജോയ്ക്ക് എന്താ പറയുന്നത്? നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാണ് പടം ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായോ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്നത്. അപ്പം എന്താണ്, ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളുടെ സിനിമ ഒരു വിജയമാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം, ആഘോഷത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷം മൂക്കിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25-ന് ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം ആഘോഷത്തിന്. ഇനി ഞങ്ങളുടെ സിനിമയുടെ നെടുന്തൂണായി കൂടെ നിന്ന് ഞങ്ങളുടെ സ്വന്തം ടൈറ്റസ് സിനിമയെ പറ്റി പറയുന്നതാണ്. താങ്ക് യു ടീച്ചർ. ഇനി സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറാണ്. ഒപ്പം തന്നെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ 2025 ക്രിസ്മസിന് ആഘോഷം തൂക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഇവരാരൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പുറകിന്ന് പറയാണ്, ആഘോഷം തൂക്കും. അപ്പൊ കൂടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രേക്ഷകരും വരണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ. അതിനുള്ള എല്ലാ ചേരുവകളും പിന്നെ ഡയറക്ടർ അമൽ കെ ജോബി ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസ്കയുടെ 2 സോങ്സ് ഉണ്ട്. അത് ഓൾറെഡി നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗതമിന്റെ അതിമനോഹരമായ ഗാനങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സസ്പെൻസും ത്രില്ലിങ്ങും കോമഡി എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എനിക്ക് ആഘോഷം. പിന്നെ ലിസ്റ്റേജിക്കുള്ള പ്രത്യേക താങ്ക്സ്. ഞാൻ സുചിത്രമുണ്ട്. ഈ സിനിമയൊരു സ്വപ്നവും അഭിനയൊരു മോഹം എന്നാണ് എനിക്ക് അതിലേക്ക് വഴിയായിട്ട് അറിയാവുന്നതാണ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഗോപിച്ചേട്ടൻ ഹസ്ബൻഡായിട്ടാണ് ക്യാരിയില്ല. പിന്നെ ഈ ഒരു ആഘോഷം എല്ലാവർക്കും ഒരു ആഘോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 25 എല്ലാവരും വീട്ടിൽ പോയി തന്നെ സിനിമ കാണും. താങ്ക് യു. അതെ, സോനയ്ക്ക് ഹായ്, സോറി കുറച്ച് ലേറ്റ് ആയി പോയി. സോ എൻ്റെ പേര് സോനാഫിൽ. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സുജിത്തേട്ട ചേട്ടനാണ് എന്നെ ഇതിനകത്ത് റെഫർ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് എന്നെ എടുത്ത അമലേഖനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവി ആയിരുന്നു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. നമ്മുടെ സിനിമയിൽ ഇവരെല്ലാവരെയും കൂടാതെ ഇനിയും ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലേ? വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ജോണിയാട്ടൻ ചേട്ടൻ. അപ്പോൾ മാഡം ആരൊക്കെയാണ് ഇനി നമ്മൾ സർപ്രൈസ് തരാനായിട്ട് സിനിമയിലേക്ക് എത്തുന്നതെന്നുള്ളൊരു ബ്രീഫ് ചെയ്യണം. ആജു, അങ്ങനെ നമ്മുടെ കൂടെ ഉള്ളത് അജു വർഗീസും ധ്യാനും, അതോടൊപ്പം തന്നെ ജോണി ചേട്ടൻ.
എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എനിക്കിപ്പോൾ ധൂമസ്ഥലത്തുള്ളതായിരുന്നു. എൻ്റെ ഒരു പടം റിലീസാവാറുണ്ട്, ഫെബ്രുവരിയിൽ റിലീസാണ്. എതിരെ എന്നാണ് പടത്തിൻ്റെ പേര്. അത് ആക്ച്വലി അതൊരു പക്കാ ത്രില്ലർ തന്നെയാണ്. അത് നമ്മുടെ രമേഷ് പിള്ള പ്രൊഡക്ഷൻ്റെ ഭാഗത്തുള്ള റാമിൻ്റെ പ്രൊഡ്യൂസറാണ്, ലാലേട്ടൻ ജോസഫ് പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഫെബ്രുവരി റിലീസാണ്. അപ്പോൾ അത് പക്കാ ത്രില്ലർ തന്നെയാണ്. അപ്പോൾ അത് ത്രില്ലറാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ത്രില്ലർ തന്നെയാണ്. പക്ഷേ എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ളതുകൊണ്ടും പിന്നെ ഇതിൻ്റെ കഥ, ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ കഥ, നിശ്ചയിച്ച് തന്നെയാണ് ഇതിൻ്റെ കഥ. കഥ കേട്ടപ്പോൾ ഒരു നല്ല രസമുള്ള കഥയായിട്ട് തോന്നി, ഒരു കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഇറങ്ങിയതാണ്. എന്തായാലും ഇപ്പോൾ ഇതുവരെ പുറത്ത് വിട്ടേക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് സോങ്സ് ആണെങ്കിലും ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുമ്പോട്ട് ഇനിയും ഈ ഒരു ജോണറിൽ പടങ്ങൾ ചെയ്യാൻ നമുക്കൊരു എനർജി ബൂസ്റ്റായിട്ട് എടുക്കാൻ കഴിയും. പടവും അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടൈപ്പ് പടങ്ങൾ, കാരണം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു കുറേ നാളെ ഇതിന് കളർഫുൾ പടം വന്നിട്ടുണ്ട്. കാരണം കുറേ നാളുടെ കുറേ സീരിയസ് പടങ്ങളും ത്രില്ലർ പടങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഈ ഒരു ജോണർ ഒരു ഫെസ്റ്റിവൽ കൂടെ ഒരു കളർഫുൾ പടം വന്നിട്ട് കുറേ നാളായിരുന്നു. കുറേ പേര് ഏറ്റെടുത്ത് മെസ്സേജ് അയച്ചു വരാനൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പടം ഏറ്റെടുത്ത് വിചാരിക്കുന്നു. ദിവസം പോലെ തന്നെ ഇതും ഏറ്റെടുത്ത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫെസ്റ്റിവൽ സീസൺസ് പറയുമ്പോൾ ഓരോ സീസണിലും ഓരോ സിനിമകളൊന്നും എക്സ്പെക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ മാസ് സിനിമകൾ. ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകളൊക്കെ പറഞ്ഞിടക്കും ചിലപ്പോൾ മാസ് കളർ സിനിമകളൊക്കെ ആയിരിക്കും. നമ്മൾ തിയേറ്ററിൽ ഗ്രൂപ്പൊന്നും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു അടിയിടിയൊക്കെ ഒരു പടം, ഒരു ചിരിച്ചിറങ്ങാത്ത പടങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആഘോഷം എന്താ പിന്നെ അതൊരു വെറൈറ്റി ആയിട്ട് ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ കൂടെ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മകളുള്ള ഒരു സിനിമ ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. കാരണം ആഘോഷം ആ പേര് പോലെ ഞാൻ പേര് തന്നെയുണ്ട്. ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ആഘോഷമായിട്ട് തന്നെ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തണം. അപ്പോൾ പ്രേക്ഷകരും ആഘോഷമായിട്ട് ഏറ്റെടുത്ത് വിചാരിക്കുന്നത്. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം ഇന്നലെ കൂടെ ഞങ്ങളിങ്ങനെ പടം ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. ഇപ്പോഴൊക്കെ എനിക്കൊരു ക്ലാസ്മേറ്റ്സിന് ഇപ്പോഴും ആ ഹാങ് ഓവർ നടക്കും. നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് കണ്ട് അവിടെയുള്ള ആൾക്കാരും ജസ്റ്റ് വന്ന് കണ്ട പടം കണ്ട ആൾക്കാർ പോലും ക്ലാസ്മേറ്റ്സിലുള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് വേറെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആഘോഷത്തിൽ കാണട്ടെ. അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ. പക്ഷെ കാണുമ്പോൾ കുറച്ചൊരു ഏജ് കുറവ് തോന്നിക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറയാനെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചുമ്മാ അല്ല, സീരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്ര ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കാന്നുള്ളത് ഞങ്ങൾ മീശ മാത്രം വെച്ചിട്ട് ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പോൾ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഒരു ഷോർട്ട് പ്രിന്റ് ചെയ്തിട്ട് ഒരു താടി വെച്ച് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്ര തന്നെ സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്നെ പറ്റി വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ സൂര്യൻ എന്ന കഥാപാത്രത്തിന്റെ പേര്, ആ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും മേളിൽ നമുക്ക് കിട്ടി. അത് അതിഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞത് തന്നെ ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഈ എന്തുകൊണ്ട് ക്രിസ്മസിന് അടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, സ്റ്റോറി ഉണ്ടായിരുന്നു, പ്രേക്ഷകരുടെ പിന്നെ ചിന്തിപ്പിക്കാൻ എലമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്യാമ്പസ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് ക്യാമ്പസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഒരു നോർമലി ഒരു ഇട്ടാവട്ട പ്രണയം നടക്കുന്ന ഇൻസിഡൻസ് ആയിരിക്കാം, അത് ചുറ്റുപാട് നടക്കുന്ന ബാക്കി പല കാര്യങ്ങളായിരിക്കാം. അപ്പം അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ആഘോഷം എന്തുകൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കാണുന്നുള്ളൂ? ആഘോഷം ആക്ച്വലി കഥ പറയുന്ന പശ്ചാത്തലമാണ് കോളേജ്. അതിനപ്പുറത്തേക്ക് കഥയ്ക്കൊരു വളർച്ചയുണ്ട്. അത് നമ്മൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ ബാക്ക് ഡ്രോപ്പ്, അതിന്റെ പശ്ചാത്തലമാണ് കോളേജ്. ഇപ്പൊ കോളേജിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ കോളേജിന്റെ എല്ലാ വൈബും ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ പറയുന്നുണ്ട്. ആ കഥ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടും അത് വർക്കാവുന്ന പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ചിലപ്പം സിനിമകൾ പഠിപ്പിച്ചു ഒരുപാട് ഹിറ്റുകൾ ഇപ്പോൾ എക്കോ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഇന്നലെ പാർമ ഇറങ്ങി, അത് നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആഘോഷിച്ച കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയ ഒരു കാലത്തിലേക്ക് ഒന്നുകൂടെ അടിച്ചു പിടിക്കാനായിട്ട് അവസരം കിട്ടിയത്? ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ, ചില എങ്ങനെയാ പറയുള്ളൂ, നമ്മൾ ഈ
ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് ദർ ഇസ് എ സ്റ്റോറി ഇൻസൈഡ്. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാമ്പസിലേക്ക് വരുന്നത്. അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. ഐ മീൻ അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ ബഹളവും ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതങ്ങ് കയറി ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസ് ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസ് ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വേറെ ഏതെയോ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന്റെ പടം കാശിറക്കി പോകുന്നു, അയാൾക്ക് പ്ലസോ മൈനസോ മൈനസായ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല, ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെ ഇത് രണ്ടാമത്തെ റിലീസാണ്. അമൽ എന്നിട്ടും വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാറ്റഗറീസ് വെച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് വിൻ, ദിസ് ഷുഡ് ബി മൈ ഫിലിം, ഐ മീൻ ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് ഒന്ന് കമ്മിറ്റ് ചെയ്തത്. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അധികം പടങ്ങൾ അധികം ചെയ്യാത്ത ഒരാളാണ്, അങ്ങനെ മനഃപൂർവ്വമല്ല. പക്ഷെ ചെയ്യുന്നത് കുറച്ച് ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ ഈ ചെയ്ത സാഹസം തന്നെ ആയാലും ശരി, എക്കോ ആയാലും ശരി, ഫാർമ ആയാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ
ക്യാരക്ടറിന് ഒരു റോളുണ്ട്. റോൾ ഇൻ ദ സെൻസ് ത്രൂ ഔട്ട് ഒരു സിനിമയിൽ അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട് അതെ, ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. സുമതിയോളം ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷവും എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ, പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം നരൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചാക്കോ മാഷിൻ്റെ 50 പവനിടയ്ക്ക് നമ്മുടെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇത് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക. ഇതൊരു സിനിമ നല്ലൊരു എന്റർടൈനർ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ ഫൈനൽ ടോട്ടൽ കണ്ടില്ല. ബട്ട് ഞങ്ങളെല്ലാവരും ചെയ്ത നമ്മൾ അഭിനയിച്ച ഏരിയകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാല് ഹലോ, വലിയ കമൽഹാസൻ ഫാനാണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രൊഫസർ റോൾസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ എപ്പോഴും നരനൊക്കെ ചെയ്യുമ്പോൾ നരനെ ആലോചിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മളിൽ കമൽ സാർ ഒരു പ്രൊഫസർ റോൾ ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻറ്റും വളരെ യുണീക്കുമാണ് നമ്മുടെ വേഷം. ആൻഡ് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനോ എന്തെങ്കിലും ഈ ആഘോഷത്തിൽ ഈ പ്രൊഫസറിനെ ചെയ്യുമ്പോൾ പോയി നമ്മളെ വേഷം? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ ഇതിന്റെ പശ്ചാത്തലം വേറൊരു ഇത് ആയതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ മൊത്തം സീരിയസ് ആയ ഒരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെറ്റപ്പ് ആയിരുന്നു അവസരം. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പക്ഷെ ഈ പടത്തിന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടി സിമ്പിൾ നറേഷനിൽ പോയി പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞാൻ അതിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്കിത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാര് നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉള്ളൂ, നമ്മൾ ഇഷ്ടംപോലെ മഹാന്മാര് അഭിനയിച്ചതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ചിലപ്പോൾ ഇത് വരും. അത് നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഈ കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ എന്ന് പറയുമ്പോൾ വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. മന്ത്സ്
ഇയാൾ കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. പിന്നെ അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാൾ വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് ഉണ്ട്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിങ് ബോധർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. പേരിലുണ്ട് തരാം. നേരെ ആഘോഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. വിജയിച്ച ഒരു സിനിമയാണ്. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആഘോഷത്തിലേക്ക് വന്നു പറയുന്നുണ്ട് എപ്പോഴും പ്രൊഡ്യൂസറിന്റെ ഒരു കഥയാണ്. പ്രൊഡ്യൂസറിന്റെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കഥ അത്രമാത്രം ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണ്? ആ പ്രൊഡ്യൂസർ പറഞ്ഞ കഥയാണ്, അവരുടെ ജീവിതം കൂടെ ബന്ധിക്കുന്ന കഥയാണെന്നോ ഓരോ ആക്ടേഴ്സിനോട് പറയുമ്പോൾ അവരെങ്ങനെയാണ് റെസ്പോൺസ് ചെയ്തത്, അത് നിങ്ങൾക്കും അതിന് മറുപടി പറയാവുന്നതാണ്. ഓരോ ആളും മറുപടി പറയാവുന്ന ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി നിശ്ചയിച്ച കഥയാണ്. അതായത് ഞാനും ജെയ്സിയായിട്ടും ഇതിന്റെ പ്രൊജക്ട് ടൈറ്റസ് ഞങ്ങൾ മൂന്ന് പേരാണ് ആദ്യം കഥയൊക്കെ വേണ്ടി പോയത്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പോയ വഴിക്ക് ഞങ്ങൾ കാറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നൊരു ലേഡിയാണ്, രണ്ട് സാധാരണ പൊതുവെ നമുക്ക് മുൻവിധി ഉണ്ടല്ലോ, ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ അത് പറയുമ്പോൾ അതിനകത്ത് വരാവുന്ന കുറച്ച് എലമെന്റ്സ്, ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പരിപാടി അങ്ങനെ വിചാരിച്ചു. ഒരു തിയേറ്ററിക്കൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ ആ ധാരണ ഞങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്തു, കാണുന്നു, സംസാരിക്കുന്നു, നമ്മൾ നോക്കാനുള്ള ബേസിൽ പോവാണ്. ഞങ്ങളവിടെ ചെന്നു, അതേ മുൻവിധി ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന എയർപോർട്ടിനടുത്ത് ഹോട്ടൽ തന്നെ ഇരുന്നു. ചേച്ചി വന്നു, ഞങ്ങളുടെ കഥ പറഞ്ഞു, പരിചയപ്പെട്ട കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ട് ശരിക്കും തിയേറ്ററിക്കൽ പടത്തിനോട് എല്ലാ എലമെന്റ്സും ഉള്ളപ്പോഴത്തെ നല്ലൊരു കഥയാണ് ചേച്ചി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് സ്പിരിച്വലി ആണെങ്കിലും അല്ലാതൊക്കെ അത്യാവശ്യം എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളുള്ള ആളാണ് ചേച്ചി, ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടും കേൾക്കുമ്പോഴുള്ള പല എലമെന്റ്സ് ഓർത്തിനെക്കൊണ്ടാണ് ചേച്ചി കഥ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പം ആദ്യം ചേച്ചി പറഞ്ഞല്ലോ CN ഗ്ലോബൽ എന്നുള്ള ഇവരുടെ ബാനറിൽ ചെയ്യുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്യാതെ ആ ചെയ്യുന്ന സിനിമകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശവും ഈ ബാനറിനുണ്ട്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാരും കയറി കാണാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടം അങ്ങനെ ചെയ്യണം നമുക്ക്. അല്ലാതെ വെറുതെ പടത്തിന് വേണ്ടി അനാവശ്യപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിൽ കാണിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ഫൈറ്റ് പറ്റത്തില്ല, മറ്റേ കുറെ എലമെന്റ്സ് ഉണ്ട്, ഭയങ്കര രസമാണ് ചേച്ചി. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതാണ് ചേച്ചി. പിന്നെ ഈ കഥ ഞങ്ങളിപ്പം അത് മാത്രമല്ല, ഈ കഥ ഞങ്ങളിവിടെ ഫസ്റ്റ് നരേൻഭായിയോടും കൂപ്പിച്ചിട്ടും ജയ്സേട്ടൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ഈ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി. അപ്പം കേട്ടപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്കൊന്ന് കൂപ്പിച്ചിട്ടൊന്ന് ലണ്ടനിൽ നിന്ന് വരുന്ന വരവാണ്. ലണ്ടനിൽ നിന്ന് വന്ന് നേരെ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം അന്ന് നരേൻഭായി വന്നിട്ടുണ്ടായിരുന്നു, ജയ്സേട്ടൻ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ഇവർ ഒരുമിച്ച് വീണ്ടും നറേറ്റ് ചെയ്തു. നരേൻഭായി നേരത്തെ നറേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞാൻ ഒരുമിച്ചിരുന്നു. ഞാൻ വീണ്ടും ഇവരെല്ലാവരും നറേറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഇവരുടെ ക്യാരക്ടേഴ്സും ഈ കഥയും ഇഷ്ടമാവുകയാണ്. അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസും ഇവര് തന്നൊരു കൈയുണ്ട്. അതാണ് അന്ന് തുടങ്ങിയൊരു ജേർണിയാണ് ഈ നിമിഷം വരെ ഇവിടെ എത്തി നിൽക്കുന്നു. പേര് പോലെ തന്നെ ആഘോഷമായിട്ട് തന്നെ. ബോബിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ബോബിച്ചേട്ടൻ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വേറെ വൈകാണ്. കാരണം ബോബിച്ചേട്ടൻ ഇല്ല ഉള്ള സമയവും ഇല്ലാത്ത സമയം കൃത്യമായിട്ട് അറിയാം. ഇവരുടെ മിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്നുള്ളൂ. കാര്യം അത്രയും എനർജിയാണ്. പിന്നെ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നരേൻഭായി, ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, അല്ലെങ്കിൽ മക്ബൂൽ ഇല്ല, മക്ബൂല് ഇവരുടെ ഒരു കോമ്പിനേഷൻ അപാര കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഈ കഥ എല്ലാവർക്കും തന്നെ കണക്ട് ആയിട്ടുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഥയായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവരും ഈ പടത്തിൽ കൈവന്നിരിക്കുന്നത്. പറഞ്ഞപോലെ ഈ ആക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇപ്പൊ ബോബിക്കാണെങ്കിലും ആ കഥ കേട്ട് കഴിയുമ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ചേച്ചി അത് തരണം ചെയ്ത് പോയത്? ആ ചേച്ചി ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ ഒരു കൂടൊക്കെ എനിക്ക് തോന്നിയുള്ളൂ, എല്ലാവർക്കും തോന്നുന്ന ഒന്നാണ്. അല്ല, ഒന്നാമത് തന്നെ ഞാൻ കഥ എന്നോട് നരേറ്റ് ചെയ്യുന്നത് നമ്മളായിരുന്നു. ഞാൻ ആ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ കിങ്സ് ബെന്നി എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. അതിനകത്ത് ചെറിയൊരു മാസും
ടെൻഷൻസ് ഒന്നും ഇല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് തോന്നി. പിന്നെ അതിന്റെ ടീം, ഞങ്ങളെല്ലാവരും ഇതിന്റെ നായകനും നരനും ജെയ്സും എല്ലാവരും കൂടെ ഇരുന്നാണ് ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. അപ്പോ കേട്ടപ്പോൾ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും തന്നെ വർക്കായി. എനിക്കൊന്ന് ജെയ്സിനെ ഒഴിച്ച് കോമഡി പറയാൻ പറ്റും. ജെയ്സും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. എല്ലാവരും എന്താ പറയുക, എൻജോയ് ചെയ്തിട്ടുണ്ട് അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നാലും ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രമുണ്ട്, നമ്മുടെ കഥാപാത്രം, അതാണ് ഞാൻ ചോദിക്കുക. ആ കഥാപാത്രം ചേച്ചി പറഞ്ഞ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇന്ന ആളാണ് ആ ചേച്ചിയുടെ ഇന്ന ആളാണല്ലോ ആ കഥാപാത്രം. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഈ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് ചേച്ചി തന്നെ പറയേണ്ടി വരും, കാരണം ചേച്ചി കുമ്പസാരയൊക്കെയാ സിനിമ. ഇത് ആക്ച്വലി അങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തതല്ല. ചേച്ചി പല വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ള, കാരണം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ചേച്ചി. അപ്പം പല ഒത്തിരി എക്സ്പീരിയൻസിൽ നിന്നും അങ്ങനെ പല ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയിരുന്നത്. ഒരാളുടെ മാത്രം ലൈഫ് സ്റ്റോറി അങ്ങനെ റിയലിസ്റ്റിക് സബ്ജക്റ്റ് അല്ല. എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പല കാര്യങ്ങളും പുറത്തിറങ്ങിക്കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഈ നരമ്പായിക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഫസർ വേറെ ഈ കുമ്പസാര രഹസ്യങ്ങളായിട്ട് പ്രൊഫസർ ഇനി വരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഈ പ്രൊഫസറിന്റെ കഥാപാത്രം ഒരാളെന്തായാലും കുമ്പസാരിക്കുന്നത് ചെയ്തിട്ടുണ്ട് അല്ലെ? കൗൺസിലിംഗ് കഴിഞ്ഞാൽ മിക്കവാറും പലവരും, ഒരാളല്ല പലവരും വരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ നേച്ചറിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ പടത്തിലേക്ക് സാഹസൻ എന്ന് പറഞ്ഞ സെറ്റിലാണ് ഞാനിത് ആദ്യം കഥ പറയുന്നത്. പക്ഷെ അന്നത്തെ കഥ ഇതായിരുന്നില്ല, കുറച്ചൊരു അത് നമുക്കങ്ങ് എല്ലാവർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. ഞാൻ അതങ്ങ് വിട്ടു. പിന്നീട് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയുമായിരുന്നു. അങ്ങനെ റീസെന്റ് ഗുമസ്തൻ കണ്ടു, നീ അതിൽ ഞാനൊരു ലാസ്റ്റ് സീനിൽ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവര് ആ ടീം ഒരു മാസം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഇവര് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ആ സബ്ജക്റ്റ് അവർ റീവർക്ക് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ചിലപ്പോൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുക, ചിലപ്പോൾ അവർ റീവർക്ക് ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും വെച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് പറഞ്ഞ് വിത്തിൻ 2-3 hours 2-3 മണിക്കൂറിന് ശേഷം ജെയ്സ് വിളിക്കുകയാണ്. ഭയങ്കര ഓക്കെ, ജെയ്സ് വിളിച്ചു. ഞാനത് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് അവരുടെ അടുത്ത് വന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇരിക്കുകയും ജെയ്സ് വിളിച്ച് പറയുകയാണ്, അപ്പം നമുക്ക് ആ കഥയൊന്ന് നാളെ കേട്ടാലോ. അതെനിക്ക് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ എനിക്ക് ബോബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോബിയുടെ അടുത്ത് അന്ന് പിറ്റേ ദിവസം പറയണം വന്ന് നോക്കിയപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ഉണ്ടാവണം. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിലേക്കുള്ള എൻട്രി. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല, അത് ചേച്ചി തന്നെ പറയേണ്ടി വരും. അതായത് ഞങ്ങൾ ആദ്യം ഈ കഥ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നരേൻഭായ് തന്നെയായിരുന്നു. ഞാനും ജെയ്സനും പ്ലാൻ ചെയ്തത് ആ ക്യാരക്ടർ സൂരജ് എന്നുള്ളൊരു കോളേജ് അധികാരി ക്യാരക്ടർ കാരണം നമ്മുടെ മൈൻഡിൽ അദ്ദേഹത്തെ ഓൾറെഡി ഗുമസ്തൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നരേൻഭായ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ആണെങ്കിലും ബാക്കി അല്ലെങ്കിൽ പല സീൻസ് നമ്മൾ എഴുതുമ്പോഴൊക്കെ പല ഡയലോഗ്സും പല സീൻസും ഒക്കെ നരേൻഭായ് മനസ്സിലാണ് നമ്മൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നരേൻഭായ് ഈ പടത്തിൽ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് കുറച്ച് കറക്ഷൻസ് ചെയ്ത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും നരേൻഭായ് വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ റീവർക്ക് ചെയ്ത് ഇദ്ദേഹത്തെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ വേർഷൻ ഇവർക്ക് വർക്കായി ഇഷ്ടമായി. അങ്ങനെയാണ് വീണ്ടും ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഘോഷം അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ആഘോഷമാക്കിയിട്ട് നമുക്ക് പിന്നീട് അതും ഒരു ആഘോഷമാക്കാം. ഇപ്പം പെട്ടെന്ന് പറയുന്നത് 27-ാം തീയതി ഓഡിയോ ലോഞ്ചാണ് മലേഷ്യയിൽ വെച്ചിട്ട്. അതിന് പോകണം, മാത്രമേ ഷാജി കൈലാസിന്റെ മോനാണ്. എന്തായാലും 3 സിനിമകളായിരുന്നു എനിക്ക് തോന്നുന്നു, 3 സിനിമകളായി. പക്ഷെ അച്ഛന്റെ പാതയിലൂടെ തന്നെ ഒരു സിനിമയിലേക്ക് വരണം അങ്ങനെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൽ വിളിച്ചോണ്ട് ഇതിലോട്ട് വന്നു. നമ്മുടെ പടത്തിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നടനായിട്ട് നമ്മുടെ പടത്തിൽ വന്നു. നമ്മുടെ പടം കഴിഞ്ഞിട്ട് നേരെ ഋഷി പോയത് വരവിന്റെ ലൊക്കേഷനിലേക്കാണ്. അതായത് ഷാജി കൈലാസ് സാർ ഡയറക്ട് ചെയ്യുന്ന ജോജു ജോർജ് അഭിനയിക്കുന്ന പടത്തില് ഷാജി സാറിന്റെ ബോബിച്ചേട്ടുണ്ട് ഷാജി സാറിന്റെ അതായത് സ്വന്തം അച്ഛന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഋഷി വന്നിരിക്കുന്നത്.
ഞാൻ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ക്യാരക്ടർ തരുമോ? ക്യാരക്ടർ ഇല്ല. അതെ, ഉണ്ടെങ്കിൽ പറയൂ. ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല, അച്ഛൻ പറഞ്ഞാൽ കറക്റ്റ്. ഇത് അടിപൊളിയാണ്. ഇത് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് നമ്മൾ ഫുള്ളി വർക്ക് ചെയ്തത്. അപ്പം നമ്മളൊരു ഷൂട്ടും കൂടെ അല്ലായിരുന്നു, മൊത്തം ഒരു സെലിബ്രേഷൻ. ഇതിലെ ടാഗുകൾ പോലെ തന്നെ മൊത്തം ഒരു സെലിബ്രേഷൻ ആയിരുന്നു പടം മൊത്തം. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും സ്റ്റാർ കാസ്റ്റും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ചില ആക്ടേഴ്സ് ഓൺ സെറ്റിൽ ഉണ്ടാക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് പെർഫോമൻസിനെ വല്ലാതെ എൻഹാൻസ് ചെയ്യിക്കും. ഇപ്പം ആഘോഷത്തിന് ഈ സെറ്റിലെ റീൽസും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ളായിരുന്നു. ഇപ്പം ഈ എൻ്റെ ജോജി ചേട്ടനാണ് ആദ്യമായിട്ട് ഒരു പടം ഹിറ്റ് ആവുന്നതിന് മുമ്പേ ഒരു ആഫ്റ്റർ പാർട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർലിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലാൽ സാറൊക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ അറിയാം, ബേസിക്കലി ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളോട് തമാശ പറഞ്ഞിട്ട്. ഇതൊക്കെ അവിടെ നിന്ന് വരുന്നൊരു ലൈഫ് ലെസണാണ്. അതായത് നമ്മൾ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഈസിയായി ഫ്രീ ആയി ജോലിയായ നല്ല പെർഫോമൻസസ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. ഐ മീൻ ബീങ് ഹാപ്പി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പണിയല്ല. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെ ജോലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലാണെങ്കിലും മാക്സിമം ഫൺ അല്ലെ കോമഡിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരാൾ ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെയും ബാധിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്നൊരു സീനിൽ ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോഴത്തേനും ആ സിനിമയ്ക്ക് വരെ ഗുണം ചെയ്തില്ല, നമുക്ക് ഗുണം ചെയ്തില്ല. അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈബിലിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി നെഗറ്റീവ് എനർജിയും നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. നമുക്ക് ചീത്തപ്പേരും അല്ലെ നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണമില്ല. അത് അപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് ജോയ് ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. ഞാൻ പൊതുവേ ചിന്ന ചിയർഫുൾ ഒരാളാണ്, അതാണ് എനിക്ക് ഇഷ്ടം. നോർമലി ഒരു കോളേജ് ചിത്രം, ഒരു കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മലർമിസ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇത് മാറും ഈ സിനിമയ്ക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് നിറഞ്ചേട്ടൻ വരുമ്പോൾ ഒരു ഓഫീസിൽ നിറഞ്ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോൾ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസിനെ എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർമിസായി മാറുമോ? മലർമിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടില്ല, അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർമിസ് ആവാനുള്ള ചാൻസ് അവരായിട്ട് തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ട്രെയിലറും സോങ്സ് കണ്ടിട്ട് ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര് എൻക്വയറി ചെയ്തിട്ട് ഹീറോയിൻ ആരാ ഹീറോയിൻ ആരാ. അപ്പൊ അതങ്ങനെ സമയത്തും അതിനെല്ലാം ഉത്തരം റോസ്റ്റിംഗ്. ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു മലർമിസായി. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് വരുന്നത്. അങ്ങനെ ആയിരുന്നു ചോദ്യം ചോദിച്ചു. ലാലേട്ടനുമായിട്ട് വലിയ കമ്പനിയാണ്, ഒരു അടുപ്പമാണ്. ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ അഭിനയിക്കണമെന്നൊരു സ്വപ്നവും താങ്കൾക്കില്ലായിരുന്നു കൃത്യമായിട്ട് നമുക്കറിയാം. അല്ലാതെ തന്നെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം ലാലേട്ടൻ സാധാരണ എന്താണ് താങ്കൾ പറയാൻ? ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിൻ്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനോട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ളവരൊരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്, ഡ്രാമ എന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബബുബായിൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് വന്നു. അന്ന് ഞാൻ
ആഘോഷത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3-ൽ എനിക്ക് സാർ വിളിച്ചു, അന്ന് ഞാൻ UK-ലായി പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. സിനിമ ചോദ്യം വന്നില്ല അല്ലേ? ചോദിച്ചത് ലാൽ സാറിന് എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിൻ്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ട് പനി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ലാൽ സാറ് ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ ഇത് ചെയ്യണോ, ഇത് മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ് മോഹൻലാൽ. സോ ഹിസ് ബ്ലെസ്സിങ്സ് ഇസ് ദയർ. സോനെ പേഴ്സണലി വിളിക്കുന്നത്
സിനിമ വള്ളുവനാടൻ ഫിലിംസിലെ പ്രദീപ് മേനോനാണ്. അതെ, രണ്ടിലേക്കൂടി നമുക്ക് നിർത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വള്ളുവനാടൻ ഫിലിംസ് പ്രദീപ് മേനോനാണ് നമ്മുടെ സിനിമ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ചേട്ടാ, ഞാൻ പാട്ടുകാരനല്ല. ഞാൻ ഈ ഫിലിമിൽ 2 പാട്ട് ചെയ്തു. അപ്പൊ ഈ ഫിലിമില് 2 പാട്ടാണ് ചെയ്തത്. 2 ഇതുവരെ റിലീസായിട്ടില്ല. അവനേട്ടൻ ഈ ദിവസങ്ങളിൽ തന്നെ റിലീസാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൊരു പാട്ട് എന്റെ വൈഫാണ് പാടിയത്. ഫോണി മോഹൻ എന്നാണ് പേര്. എൻകനവിൽ എന്ന ഗാനമായിരുന്നു ആളുടെ ഫസ്റ്റ് പ്ലേ ബാക്ക്. അപ്പൊ ആ പാട്ടിന്റെ ഒരു 4 വരി അതെ ഞാൻ പാടാം. ഞാനൊരു പാട്ടുകാരനല്ല എന്ന് അറിയുന്നത്. ആകാശമരികിൽ ചേർന്ന നിമിഷം താരങ്ങൾ തുണയായി വന്ന നിമിഷം നീ ദൂരെ ദൂരെയെങ്കിലും എൻ ചാരേ അറിയാതെ പെയ്ത നീർക്കണം മിഴിയോരം പ്രണയം പൂവിട്ട നേരം മധുരം നിന്നോർമ്മയെന്നിൽ ഹൃദയം പ്രേമാദ്രഗാനം നുകരാൻ വെമ്പുന്നു. താങ്ക് യു. ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാട്ട് ഇങ്ങനെയൊക്കെ പാടുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ചേട്ടാ. ഇവിടുത്തെ റൂം നമ്പർ എത്രയാണ്? നീ ഇങ്ങോട്ട് വന്നെങ്കിൽ ഞാൻ പാടി തരാം. Any more questions about ആഘോഷം? എന്റെ കൽപ്പിലല്ലേ ഞങ്ങൾ സകല പ്രൊമോഷൻ അദ്ദേഹത്തിനെ കൊണ്ട് ആ പാട്ട് പാടിച്ച് അപ്പൊ എല്ലാവരും ഞാൻ തന്നെ പറയണോ? 25th ഞങ്ങളുടെ പടം ഇറങ്ങുകയാണ്. ആഘോഷം ക്രിസ്മസ് ഡേയുടെ അന്ന്. മാക്സിമം നിങ്ങൾ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാ ജനങ്ങളിലും ഇത് എത്തിക്കണം. റിലീസ് ഡേറ്റ്സും കാര്യങ്ങളും. സിനിമ ഒരു വൻ വിജയമാക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം.